കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ ഞാനൊരു വീഡിയോ പങ്കുവച്ചിരുന്നു. സുവിശേഷങ്ങളിലെ ദൈവരാജ്യവും പൗലോസിൻ്റെ ലേഖനങ്ങളിലെ ദൈവരാജ്യവും തമ്മിലുള്ളായിരിക്കുന്ന വ്യത്യാസം എന്താണ് എന്നുള്ളായിരിക്കുന്ന ഒരു വിഷയം ചില വീഡിയോകളിലൂടെ തുടർച്ചയായിട്ട് പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ വീണ്ടും പറയട്ടെ, ലോകത്തിലുണ്ടായിരിക്കുന്ന ക്രിസ്തീയ സമൂഹം മുഴുവൻ കർത്താവായി യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞതായിരിക്കുന്ന ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളെ ക്രിസ്തീയ ലോകം മുഴുവൻ വ്യാഖ്യാനിക്കുന്നത് അതിന് സ്വർഗമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പോകാനിരിക്കുന്ന സ്വർഗത്തെയാണ് അവിടെ സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നും പറഞ്ഞതെന്നാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലേ അല്ല. കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞതായിരിക്കുന്ന ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും പറഞ്ഞായിരിക്കുന്ന കാര്യം യഹൂദന് അബ്രഹാം മുതലേ വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന വാഗ്ദത്ത രാജ്യമായിരിക്കുന്ന ഭൂമിയിലെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിൽ ആകുന്ന ആ 1000 ആണ്ട് വാഴ്ച കാലത്തെയാണ് അവിടെ കർത്താവ് സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നും പറഞ്ഞിരിക്കുന്നത്. അത് സമീപിച്ചിരിക്കുന്നു, നാം അതിലേക്ക് കടക്കാനായിട്ട് പോകുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് കർത്താവ് അവരോട് പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുമ്പാണ്, അഥവാ വരുന്നതിന് മുമ്പല്ല, യേശു കർത്താവ് ലോകത്തിൽ വന്ന് തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് അല്പം മുമ്പാണ് യോഹന്നാൻ സ്നാപകൻ ആദ്യമായിട്ട് ഈ വിഷയം പ്രസംഗിക്കാൻ തുടങ്ങിയത്. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗ വിഷയം എന്തായിരുന്നു? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി സുവിശേഷത്തിൽ വായിച്ചാൽ അതിനെ സ്വർഗരാജ്യമെന്നും മറ്റു 3 സുവിശേഷങ്ങളിൽ ദൈവരാജ്യമെന്നാണ് പറയുന്നത്. അപ്പൊ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു തുടങ്ങിയതായിരിക്കുന്ന ആ സന്ദേശം എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്നാണ്. അന്ന് കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചിട്ടില്ല. അതിന് തൊട്ടു മുമ്പേ യോഹന്നാൻ തന്റെ ശുശ്രൂഷ ആരംഭിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഞാനത് നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, കർത്താവിനെ ലോകം അറിയുന്നതിന് മുമ്പ്, യേശു എന്നൊരു പേര് പോലും ലോകം കേൾക്കുന്നതിന് മുമ്പ്, അറിയുന്നതിന് മുമ്പ് യഹൂദന്മാരുടെ ന്യായപ്രമാണ പുസ്തകങ്ങളോ, അതായത് പഴയ നിയമ ലിഖിതങ്ങൾ, അങ്ങനെയുള്ള യാതൊരു തിരുവെഴുത്തും അതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാതിരിക്കുന്ന ആ കാലഘട്ടത്തില് യോഹന്നാൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ച പ്രസംഗം നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. ഇന്ത്യയിൽ വന്ന് ആ ഇന്ത്യയില് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരോടാണ്, അതായത് 2000 വർഷം മുമ്പുള്ളായിരിക്കുന്ന ആ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരോടാണ് യോഹന്നാൻ സ്നാപകൻ അങ്ങനെ പ്രസംഗിച്ചതെങ്കിൽ എന്ത് പ്രതികരണമായിരിക്കും കേട്ടവരിലുണ്ടാകുക? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് പ്രതികരണം ഉണ്ടാകുക? അവര് ചോദിക്കുക, ഇയാൾ എന്താ ഈ പറയുന്നത്? എന്ത് സ്വർഗരാജ്യം? എവിടുത്തെ സ്വർഗരാജ്യം? ആരുടെ സ്വർഗരാജ്യം? എന്താ മനുഷ്യ താങ്കൾ ഈ പറയുന്നതെന്ന് ചോദിക്കും. കാരണം എന്താ? അറിയില്ല. ഇന്ത്യ പോലുള്ളായിരിക്കുന്ന യഹൂദന്മാരൊഴികെയുള്ളായിരിക്കുന്ന ലോകത്തിലെ ഒരു ജനതയ്ക്കും എന്താണ് ഈ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം സമീപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് ആർക്കും അറിയില്ല. സത്യമല്ലേ ഞാൻ പറയുന്നത്? സത്യമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നാല് ഇതേ കാര്യം യഹൂദന്മാരോട് പ്രസംഗിച്ചപ്പോൾ, യോഹന്നാൻ സ്നാപകൻ വന്ന് ആദ്യമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പ്രസംഗിച്ചപ്പോൾ അവരാരെങ്കിലും എന്തെങ്കിലും എതിർത്ത് ചോദിച്ചോ? താൻ എന്താ മനുഷ്യ ഈ പറയുന്നത്? എന്ത് രാജ്യം വരുമെന്ന് ഈ പറയുന്നത്? ഏത് സ്വർഗരാജ്യം, ഏത് ദൈവരാജ്യം വരുമെന്നാ താൻ പറയുന്നത് എന്ന് ചോദിച്ചോ? എന്നാൽ ഞാൻ പറഞ്ഞത് ഓർക്കണം, ആ കാലത്തുണ്ടായിരുന്ന യഹൂദന്മാരൊഴികെയുള്ള ഏത് ലോകത്തിലെ ജാതിയോടും ഇത് പ്രസംഗിച്ചാൽ അവരെന്ത് ചോദിക്കും? എന്ത് സ്വർഗരാജ്യം എന്നാ താൻ എന്താ ഈ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയില്ലേ? എന്നാൽ യഹൂദന്മാർ അങ്ങനെ ചോദിച്ചില്ല. യഹൂദന്മാരോടാണല്ലോ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത്, അതായത് ലോകത്തിലെ ജനങ്ങളോടൊന്നും അല്ലല്ലോ പ്രസംഗിച്ചത്. യഹൂദന്മാരത് ചോദിച്ചില്ല. എന്താ കാരണം? കാരണം എന്താ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് എന്തറിയാം? അവർക്ക് എന്തുണ്ട്? ന്യായപ്രമാണമുണ്ട്. ന്യായപ്രമാണത്തിൽ പിതാക്കന്മാർക്ക് കൊടുത്തായിരിക്കുന്ന വാഗ്ദത്തം എന്താണെന്ന് അവർക്കറിയാം. എന്താ വാഗ്ദത്തം? അവർക്ക് ഭൂമിയിൽ ദൈവം തൻ്റെ അധികാരത്തിലും മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും തൻ്റെ ജനമായ ഇസ്രായേലിന് ഒരു രാജ്യം കൊടുക്കുമെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് തന്നെ അവരാരും ഒരിക്കലും യോഹന്നാന്റെ പ്രസംഗത്തിന് എതിർമൊഴി മൊഴിഞ്ഞില്ല. അറിയാമല്ലോ, അവര് അവരുടെ ഇടയിൽ സാധാരണഗതിയിൽ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിരിക്കുന്ന ഒരു ചൊല്ലാണ് എന്ത്? ദൈവരാജ്യം വരും, ദൈവത്തിന്റെ രാജ്യം നമുക്ക് വേണ്ടി സ്ഥാപിക്കപ്പെടും, ആ രാജ്യത്തിൽ നമ്മൾ രാജാക്കന്മാരെ പോലെ വാഴും, അത് വരുവാൻ ഇനി അധികം താമസമില്ല, നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ട്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം, ദാവീദിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം ഒരു രാജ്യം നമുക്ക് കിട്ടും. ദാവീദിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം ദാവീദിന്റെ മകനായിരിക്കുന്ന ഒരു രാജാവിനെ ദൈവം നമുക്ക് തരും. നമ്മുടെ രാജ്യം എന്നേക്ക് നിലനിൽക്കുന്ന നിത്യമായിരിക്കുന്ന ഒരു രാജ്യമായിരിക്കും. അത് അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് വന്ന യഹൂദന്മാരുടെ ഇടയിൽ ഇതൊരു സർവ്വസാധാരണ ചൊല്ലായിരുന്നു. ദൈവരാജ്യം വരും, നമ്മൾ ഭാഗ്യവാന്മാരാകും, നമ്മൾ രാജാക്കന്മാരാകും എന്നുള്ളത് അവരുടെ പ്രതീക്ഷയും ചൊല്ലുമായിരുന്നു. അതുകൊണ്ട് തന്നെ യോഹന്നാൻ സ്നാപകൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരിക്കലും അവർ എതിർക്കുകയോ ചോദിക്കുകയോ ചെയ്തില്ല. നേരെ മറിച്ച്, യജമാനെ, ഞങ്ങൾ എന്താവുന്നു ചെയ്യേണ്ടത് എന്ന് അവിടുത്തെ പിന്നെ പടയാളികളും അവിടുത്തെ ശാസ്ത്രിമാരും പരീശന്മാരും അവിടുത്തെ സാധുക്യരും ഒക്കെ വന്നിട്ട് യോഹന്നാനോട് ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ അത് വരാനായെങ്കിൽ, ദൈവരാജ്യം വരാനായെങ്കിൽ യജമാനെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അവരോട് ഓരോരുത്തരോടും പറയേണ്ട മറുപടി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? പിന്നെ പടയാളികളോട് പറഞ്ഞു, നിങ്ങൾ അന്യായമായിട്ടൊന്നും പിരിക്കരുത്, ആരോടും ഒന്നും കവർ ചെയ്യരുത്, നിങ്ങൾ ആരെയും ദ്രോഹിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. മറ്റുള്ളവരോട്, ശാസ്ത്രിമാരോടും പരീശന്മാരോടും ആ വിധത്തിൽ തന്നെ മറുപടി കൊടുത്തു. എന്നിട്ട് അവരോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞു. വരാൻ സമീപമായിരിക്കുന്ന, അടുത്തെത്തിയിരിക്കുന്ന, നാം കടക്കാൻ പോകുന്ന ആ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ നിങ്ങളിൽ തക്കതായിരിക്കുന്ന മാനസാന്തരം വേണം. ആ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിങ്ങൾ പുറപ്പെടുവിക്കണം. യോഗ്യമായ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവനാണ് അതിൻ്റെ രാജാവ്. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നേ ഉള്ളൂ. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ തീയിൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുക, അഥവാ ന്യായവിധിയിലൂടെ നിങ്ങളെ കടത്തിവിടും. തീയിലെ സ്നാനമൊക്കെ എന്ന് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. അവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ തീയിൽ സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടുപ്പാക്കി കെട്ട പതിരെല്ലാം കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കൊടാലി വെച്ചിരിക്കുന്നു. ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി അവൻ തീയിലിട്ട് കളയും. അവൻ്റെ കയ്യിൽ ന്യായവിധിയുണ്ട് എന്ന് യോഹന്നാൻ സ്നാപകൻ നമ്മുടെ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ദൈവരാജ്യം പ്രസംഗിച്ചത്. അപ്പോൾ അവരെല്ലാവരും മാനസാന്തരപ്പെടുകയും യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുകയും ചെയ്തു. അപ്പോൾ അവർക്കറിയാം എന്താണ് ഈ സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നും. ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിന് അറിയില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ ക്രിസ്തീയ സമൂഹം വിചാരിച്ചത് ഈ പറയുന്ന ദൈവരാജ്യം സ്വർഗരാജ്യം എന്ന് പറഞ്ഞത്, കർത്താവും യോഹന്നാൻ സ്നാപകനും 12 അപ്പോസ്തലന്മാരും പറഞ്ഞത് നമ്മൾ ചെന്നെത്താനിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് അങ്ങ് വിശ്വസിച്ച് അവശരായിരിക്കുകയാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പറയട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞായിരിക്കുന്ന, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ, കർത്താവായി യേശു ക്രിസ്തു, 12 അപ്പോസ്തലന്മാർ, ഇവരെല്ലാം പറഞ്ഞായിരിക്കുന്ന ആ ദൈവരാജ്യത്തെ കുറിച്ചാണ്. അടുത്ത വീഡിയോയിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ പറഞ്ഞ ദൈവരാജ്യം ഏതാണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ കർത്താവിൻ്റെ വാമൊഴി പ്രകാരമുള്ള ദൈവരാജ്യം എന്താണെന്ന് നിങ്ങളെ തെളിയിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധയോടെ ഈ വീഡിയോ കേൾക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഞാൻ വായിക്കാം. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും എന്ന് ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാൻ അത് നിനക്ക് തരും. നോക്കിക്കേ, അബ്രഹാമിനോട് ദൈവം കൊടുക്കുന്നതായിരിക്കുന്ന വാഗ്ദത്തമാണ്. എന്താണ്? ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ വസിക്കുന്നതായിരിക്കുന്ന ദേശം മുഴുവൻ ശാശ്വത അവകാശമായി തരും. കുറച്ചു കാലത്തേക്കുള്ള അവകാശമല്ല, എന്നേക്കുമുള്ള അവകാശമായിട്ട് ഞാൻ അത് നിനക്ക് തരും എന്നവിടെ പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം.
ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും, സന്തതി എന്ന് പറഞ്ഞത് ആരെയാ? ഇസ്രായേൽ ജനതയല്ല, യേശു ക്രിസ്തുവിനെയാണ്. സന്തതി എന്ന ഏകനെ കുറിച്ച് അത്രേ പറഞ്ഞത്, അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞെന്താ? ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. നോക്കിയേ, എത്ര കാലത്തേക്ക് കൊടുക്കുന്ന പറഞ്ഞ്? കുറച്ച് കാലത്തേക്ക് ഭൂമി എന്ന രാജ്യം അവർക്ക് കൊടുക്കുമെന്നാണ്? അല്ലല്ലോ. എന്താ പറഞ്ഞത്? നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി ഞാൻ ഈ ഭൂമി കൊടുക്കും എന്ന് പറഞ്ഞു. ഈ വാക്തത്വം കാത്തുകാത്തിരുന്ന ജനമാണ് ആര്? ഇസ്രായേൽ ജനത. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്കാർക്കും അതിൽ ഒരു ചോദ്യവും ചൊല്ലുമില്ല. അവരെല്ലാവരും അത് വിശ്വസിച്ചു. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ. ദാനിയേൽ നമ്മൾ ശമൂവേലിന്റെ പുസ്തകത്തില് നമ്മൾ വായിക്കുന്ന ഒരു വാക്യം നിങ്ങൾ നോക്കിയേ. ഈ രാജ്യം മാത്രം കിട്ടിയാൽ അത് അവർക്ക് ശാശ്വതമായിട്ട് ഭരിക്കാനായിട്ട് കഴിയുമോ? ഇല്ലല്ലോ. ഒരു രാജ്യം മാത്രം കിട്ടി എന്നുള്ളത് കൊണ്ട് ആ രാജ്യം നിലനിർത്താനും അതിനെ മുമ്പോട്ട് നയിക്കാനും പറ്റുന്നതായിരിക്കുന്ന യോഗ്യനായിരിക്കുന്ന ഒരു ഭരണകർത്താവില്ല എങ്കിൽ ഒരിക്കലും ആ രാജ്യം നിലനിൽക്കുകയില്ല. ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുകയും രാജ്യം ഛിന്നഭിന്നമായി പോവുകയും മറ്റു രാജ്യങ്ങൾ അതിനെ കീഴടക്കി ഭരിക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ ഇത്രയും കാലവും ഇസ്രായേലിന് സംഭവിച്ചിട്ടുള്ളത്? നിങ്ങൾ നോക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് രാജ്യം കൊടുക്കുമെന്ന് മാത്രമല്ല ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തത്, ദാവീദിലൂടെ ദൈവം അവർക്കൊരു രാജാവിനെ കൊടുക്കുമെന്നും കൂടെ ഉടമ്പടി ചെയ്തു. രാജാവിനെ കൊടുക്കുമെന്നും കൂടെ 2 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 12-13 വാക്യം. അവിടെ ദാവീദിനോട് പറയുകയാണ്, ഇങ്ങനെയാണ്: നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യം ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അപ്പൊ ഇവിടെ ഈ പറയുന്നത് ദാവീദിന്റെ പുത്രനായിരിക്കുന്ന ശലോമോനെ കുറിച്ചല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചപ്പോൾ കർത്താവിനെ കുരുടനടക്കം പലരും വിളിച്ചത് ദാവീദ് പുത്ര എന്ന് വിളിച്ചത്. ദാവീദ് പുത്ര എന്ന് വിളിച്ചാൽ ഇവർക്ക് എന്തറിയാം? യഹൂദന്മാർക്ക് എന്തറിയാം? ദാവീദിന്റെ പുത്രനായി ഈ യഹൂദന്മാർക്ക് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന രാജ്യം ദൈവം അവർക്ക് എടുത്തു കൊടുക്കുമ്പോൾ, ദൈവം അവർക്ക് തിരികെ കൊടുക്കുമ്പോൾ, ദാവീദിന്റെ പുത്രനായിരിക്കുന്ന രാജാവ് അവർക്ക് എന്നേക്കും രാജാവായിരിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർത്താവിന് ദാവീദ് പുത്രൻ, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം. മറിയ ഗർഭം ധരിക്കാനായിട്ട് മറിയ ഗർഭിണിയാകുകയും പ്രസവിക്കുകയും ചെയ്യും എന്നുള്ളതായിരിക്കുന്ന ദൂതന്റെ പ്രസ്താവന വന്നപ്പോൾ നമുക്കറിയാമല്ലോ, ഗബ്രിയേൽ ദൂതനെ മറിയയുടെ അടുക്കൽ അയച്ചു. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ മുഖാന്തരമുള്ളായിരിക്കുന്ന ദൂത് മറിയയ്ക്ക് ലഭിച്ചപ്പോൾ ഗബ്രിയേൽ എന്താണ് പറഞ്ഞതെന്ന് ഓർക്കുക. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല എന്ന് പറഞ്ഞു. അവൻ ആർക്ക് രാജാവായിരിക്കുമെന്ന്? ആർക്ക്? ജാതികളായിരിക്കുന്ന നമുക്കോ, ഇന്ത്യക്കാരായിരിക്കുന്ന നമുക്കോ, അമേരിക്കക്കാർക്കോ, അതെയോ റഷ്യൻകാർക്കോ, അങ്ങനെയുള്ളവർക്ക് രാജാവായിരിക്കുന്നതാണ് പറഞ്ഞത്. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിഞ്ഞൂടെ ദാവീദിനോട് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന എന്നേക്കും ഇരിക്കുന്ന രാജാവ് ആരാണെന്ന് നമുക്കറിയാമല്ലോ. രാജ്യം ഏതാണെന്ന് അറിയാലോ? അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത രാജ്യം. രാജാവ് ആരാണെന്ന് അറിയാമല്ലോ? ഈ പറഞ്ഞതായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്.
രാജാവ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് യഹൂദന്മാരെ ഈ യോഹന്നാൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മറിച്ചൊരു ചോദ്യം ചോദിക്കാത്തത്. ഇവര് കാത്തിരിക്കുന്നതാണ് ദാവീദിന്റെ പുത്രനായിരിക്കുന്ന രാജാവിനെയും അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത രാജ്യവും അവർ കാത്തിരിക്കുന്നതാണ്. ആ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്നാണ് അവരോട് സംസാരിച്ചത് എന്നുള്ളത് ദൈവജനമേ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഓർക്കണം. അല്ലാതെ അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവരാജ്യം സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകാനിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാമോ? അതായത് യഹൂദന്മാര് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞതായിരിക്കുന്ന ഒരു വാക്യം നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ നിന്ന് തെളിവായിട്ട് എടുത്തു തരാമോ? സ്വർഗത്തിലേക്ക് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും എന്നൊക്കെ കർത്താവ് പറഞ്ഞല്ലോ. അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം കാണിച്ചു തരാമോ? അത് ഞാൻ പറയുമ്പോൾ പലരും യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 1-2 വാക്യമൊക്കെ പറയാറുണ്ട്. അത് അവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ പറയുന്നവർക്കെല്ലാം തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അറിയാലോ, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയ ശേഷം പിന്നെയും ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ എന്ന് പറഞ്ഞത് സ്വർഗത്തിലേക്കല്ലേ കൊണ്ടുപോകുന്നത് എന്ന് എന്നോട് പ്രഗത്ഭരായിരിക്കുന്നവർ പോലും ചോദിച്ചതാ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയ ശേഷം വീണ്ടും വന്ന് എവിടേക്ക് വന്ന്? ഭൂമിയിലേക്ക് വന്ന് ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ ഇരിക്കുന്നത്? ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് അവിടെ നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. ഈ ഞാൻ സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരുക്കുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? അതാ അബ്രഹാം കാത്തിരുന്നായിരിക്കുന്ന ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതായിരിക്കുന്ന പട്ടണം. ആ പട്ടണം എങ്ങോട്ടാ വരുന്നതെന്നറിയാം? ഒരുക്കിയതിന് ശേഷം നമ്മുടെ കർത്താവ് പോയി ഒരുക്കുകയാണ്. ഇപ്പൊ ഒരുക്കി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുക്കി കഴിഞ്ഞു. അത് എങ്ങോട്ടാ വരുന്നത്? അത് ഒരുക്കിയിട്ട് ആ ഒരുക്കിയിട്ട് ആ സ്വർഗത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു എന്നല്ല പറഞ്ഞത്. അത് ഒരുക്കിയിട്ട് അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. പുതിയ ഭൂമിയിലേക്ക് മണവാളന് വേണ്ടി അലങ്കരിച്ച മണവാട്ടിയെ പോലെ ആ പുത്തൻ യെരൂശലേം എന്ന് പറയുന്നതായിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു ഒരുക്കുന്നതായിരിക്കുന്ന പട്ടണം ഭൂമിയിലേക്ക് ഇറങ്ങി വരിക ചെയ്യുന്നത്. അത് മനസ്സിലായോ? അതിലാണ് നമ്മുടെ ഈ പറയുന്നതായിരിക്കുന്ന യഹൂദന്മാരായിരിക്കുന്ന ദൈവത്തിന്റെ ജനം വസിക്കുന്നത് അതിനകത്ത്. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ കർത്താവായി യേശു ക്രിസ്തു എവിടെയും യഹൂദന്മാരെ സ്വർഗത്തിൽ കൊണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല. സ്വർഗത്തിൽ പോകാം എന്നുള്ളതായിരിക്കുന്ന പ്രത്യാശ യഹൂദന്മാർക്കും ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എവിടെയെങ്കിലും ഏതെങ്കിലും യഹൂദൻ ചോദിച്ചോ കർത്താവിനോട്, കർത്താവെ നീ പോകുന്ന നാട്ടിലേക്ക് എന്നെയും കൂടി കൊണ്ടുപോകാവോ? നീ പോകുന്നിടത്തേക്ക് ഞാനും വരട്ടായോ? എവിടെയെങ്കിലും ചോദിച്ചോ? ക്രൂശിൽ മരിച്ച കള്ളൻ എന്താ ചോദിച്ചേ? കള്ളൻ ചോദിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കർത്താവെ നീ രാജ്യത്വം എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട കള്ളൻ പറഞ്ഞത്, കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ, എങ്ങോട്ട് വരുമ്പോൾ? തിരികെ വരുമ്പോൾ എന്നെയും ഓർത്തോളും. എന്തേ അവർക്ക് പ്രതീക്ഷയുള്ളൂ? ഭൂമിയിൽ ദൈവരാജ്യം വരുന്നത് അവരുടെ പ്രതീക്ഷ. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യാൻ നേരത്ത് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചെന്താ? കർത്താവെ നീ ഇസ്രായേലിനെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് ഈ കാലത്തിൽ വന്നാ? നീ പോകുന്ന രാജ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നല്ല ചോദിച്ചേ. നീ എപ്പോഴാ ഇസ്രായേലിനെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതെന്നാ? അല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്നൊക്കെ അറിയാം. ഇതൊക്കെ പല വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതൊക്കെ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകുന്നത്. കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും നിന്റെ രാജ്യം വരണമേ. എങ്ങോട്ട് വരണം? ഭൂമിയിലേക്ക് വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അവർക്ക് വാഗ്ദത്തം പ്രോമിസ് ചെയ്തത് ഈ ഭൂമിയാണെന്നേ. ദൈവ രാജാവായി വാഴുന്ന ദൈവത്തിന്റെ അധികാരത്തിന് കീഴിൽ ഭൂമിയായിട്ട് യഹൂദൻ അത് വാങ്ങിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ ഞാൻ തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചു തരാം. അപ്പൊ അതുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തു ആകട്ടെ, യോഹന്നാസ്നാപകനാകട്ടെ, അപ്പോസ്തലന്മാരാകട്ടെ പറഞ്ഞ സുവിശേഷം എന്താ അറിയാവോ? കർത്താവിന്റെ ക്രൂശുമരണത്തിന്റെ സുവിശേഷമൊന്നും അല്ല പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. ഇത് ആരോട് പറയേണ്ടതാ? യഹൂദനോട് മാത്രം പറയേണ്ടതാ. ഇത് വേറെ ആരോടും പറയേണ്ടതല്ല. അതുകൊണ്ട് 12 അപ്പോസ്തലന്മാർ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു അയച്ചപ്പോൾ പറഞ്ഞത്, ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ജാതികളുടെ അടുക്കൽ പോകാതെയും ഇസ്രായേലിനെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ പോകുവിൻ. നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്ന് അവരോട് പറയുവിൻ എന്ന് പറയുന്നത് യഹൂദന്മാരോട് മാത്രം പറയേണ്ട സുവിശേഷമാണ് സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന് പറയുന്നത്. ഭൂമിയിൽ ദൈവം അവർക്ക് ഭാഗിച്ചു കൊടുക്കുന്നതായിരിക്കുന്ന രാജ്യമാണ് ഈ സ്വർഗരാജ്യം, ദൈവരാജ്യം എന്നുള്ളതിന് അവിടെ ഒന്നും അധികം നേരം നിൽക്കുന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട്. ഇത് യഹൂദൻ
ഈ ഭൂമിയെ രാജാക്കന്മാരെ പോലെ വാഴുന്നതായിരിക്കുന്ന കാലഘട്ടമാണത്. ക്രിസ്തു അതിനെ ബൈബിളിൽ പുതിയ നിയമത്തിലാണ്, അതായത് വെളിപ്പാട് പുസ്തകത്തിലാണ് ആ കാലഘട്ടം എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. വേറെ എവിടെയും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ക്രിസ്തു വാഴുന്ന യഹൂദന്മാരെ കൊണ്ട് ലോകം ഭരിക്കുന്ന ആ കാലം എത്ര കാലഘട്ടമാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ പറഞ്ഞ 4 പ്രാവശ്യം 5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്നത് 1000 ആണ്ട് അവർ ക്രിസ്തുവിനോട് കൂടെ വാഴും. 1000 ആണ്ട് 1000 ആണ്ട് 1000 ആണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ദൈവരാജ്യം യഹൂദന് വാഗ്ദത്തം ചെയ്ത രാജ്യം 1000 ആണ്ടായിട്ട് ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം പുതിയ ഭൂമി സൃഷ്ടിക്കും. ആ പുതിയ ഭൂമിയിലും അവരുടെ വാഴ്ച വീണ്ടും തുടരുകയാണ്, അവരതിൽ വസിക്കുകയാണ് എന്നുള്ളത് കാണണം. അപ്പൊ യഹൂദൻ എന്നും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിതമാകുന്നതാണ്. അല്ലാതെ അവർക്ക് ദൈവം വസിക്കുന്ന സ്വർഗത്തിൽ പോകുന്ന കാഴ്ചപ്പാടൊന്നും അവർക്കില്ല, അവർക്ക് അറിയുകയുമില്ല. ഇതൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ രാജാക്കന്മാരായിരിക്കും. ഏത്? കർത്താവായ യേശുക്രിസ്തുവിനോട് ലോകത്തിൽ വാഴുന്നതായിരിക്കുന്ന ഈ യഹൂദന്മാരെല്ലാം രാജാക്കന്മാർക്ക് തുല്യരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലെ ഒരു വാക്യം നിങ്ങൾക്ക് അറിയാമോ? ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. മത്തായി 11:11. അവിടെ എന്തെന്ന് വായിക്കുന്ന അറിയാമോ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നോക്കിക്ക്, എന്നിട്ട് താഴെ പറയാണ്, യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. ഇവിടെ എന്താ പറഞ്ഞറിയാവോ? യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അവന്റെ കർത്താവായ യേശുക്രിസ്തു ഒരു കാര്യം പറഞ്ഞതാ. എന്താ പറഞ്ഞതറിയാവോ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. കർത്താവ് പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമുണ്ടോ? അപ്പോ ചിന്തിച്ചു നോക്കിയേ, യോഹന്നാൻ സ്നാപകൻ ആരെക്കാളും വലിയവനാ? അബ്രഹാമിനേക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, യാക്കോബിനേക്കാൾ വലിയവൻ, പ്രവാചകന്മാരായിരിക്കുന്ന ഏലിയാവും ഏലിയാവിനേക്കാളും വലിയവൻ, അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ദാവീദിനേക്കാളും വലിയവൻ. സത്യമല്ലേ ഇത്? കർത്താവ് പറഞ്ഞതല്ലേ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കണം കേട്ടോ, അത് മനസ്സിലാക്കണം. എന്നിട്ട് പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞു. അതെന്താ അർത്ഥം? എന്താ പറഞ്ഞതിന്റെ അർത്ഥം? യോഹന്നാൻ സ്നാപകൻ സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും എവിടെ വരെ പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകൻ വരെ. അപ്പൊ യോഹന്നാൻ സ്നാപകനെ എവിടേക്ക് മാറ്റി? പഴയ നിയമ വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് മാറ്റി കർത്താവ്. പഴയ നിയമ വിശുദ്ധൻ സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. യുഗം മാറിയ കണ്ടോ? യുഗത്തിന്റെ മാറ്റം കണ്ടോ? ഒരു യുഗത്തിന്റെ അവസാനത്തെ വ്യക്തി ആരാന്നറിയോ? ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനത്തെ വ്യക്തി ആരാന്നറിയോ? യോഹന്നാൻ. സ്വർഗരാജ്യം എന്ന യുഗം, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ദൈവരാജ്യം എന്ന യുഗം, അതായത് ക്രിസ്തു വാഴുന്ന 1000 ആണ്ട് യുഗത്തിന്റെ ആരംഭം എവിടെ കുറിച്ചു? ക്രിസ്തുവിൽ കുറിച്ചു എന്ന്. അന്ന് മുതൽ ദൈവരാജ്യം സുവിശേഷിച്ചു വരുന്നു. 2 യുഗത്തിന്റെ ഒന്നിന്റെ അവസാനവും ഒന്നിന്റെ ആരംഭവും കണ്ടോ നിങ്ങൾ? ആ ഒന്നിന്റെ അവസാനത്തെ വ്യക്തിയെ കണ്ടോ? യോഹന്നാൻ സ്നാപകൻ. ആ യോഹന്നാൻ സ്നാപകനെ ആരാക്കി തീർത്തു? പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി. പ്രവാചകന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു, എന്നാൽ ഈ പുതിയ യുഗത്തിലെ ദൈവരാജ്യം അതിൽ കടക്കുന്ന ഏറ്റവും ചെറിയവനായിരിക്കുന്നവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഏറ്റവും വലിയവനായിരിക്കുന്ന യോഹന്നാനേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞു. അതിന് എന്താ കാരണം? 1000 ആണ്ടിൽ, അതായത് മഹാപീഡനം എന്ന ശുദ്ധീകരണമൊക്കെ യഹൂദനെ സംബന്ധിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് തനി തങ്കം പുറത്തെടുത്ത് കൊള്ളാവുന്ന യോഗ്യരായിരിക്കുന്ന യഹൂദന്മാരെ കൊണ്ട് കർത്താവ് 1000 ആണ്ട് വാഴുന്നത്. 1000 ആണ്ട് വാഴ്ചയിലേക്ക് ഭാഗ്യം ലഭിക്കുന്ന, പ്രവേശനം ലഭിക്കുന്ന യഹൂദൻ യോഹന്നാൻ സ്നാപകനേക്കാളും പഴയ നിയമ പിതാക്കന്മാരെക്കാളും വലിയവനാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവരവിടെ രാജാക്കന്മാരാണ്. അവര് രാജാക്കന്മാരെ പോലെ വാഴും. അതൊക്കെ ഒരുപാട് തെളിവുകൾ ബൈബിളിലുണ്ട്, അതൊക്കെ ഞാൻ പറയാം. അപ്പം ആ കാരണം കൊണ്ടാണ് ഈ പറഞ്ഞത്
പിന്നെ യോഹന്നാനേക്കാൾ വലിയവനാണ്, വലിയ പദവിയാണ്, അധികാരമാണ്, അംഗീകാരമാണ്, സ്ഥാനമാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു യഹൂദന്റെ പദവി, അംഗീകാരം, സ്ഥാനം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. യോഹന്നാൻ സ്നാപകൻ തന്നെ കുറിച്ച് തന്നെ പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലേ? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തില് ശ്രദ്ധിച്ചു നോക്കിയേ, അവിടെ പറയുന്ന ഒരു വാക്യം നോക്കിയേ. അത് വായിക്കാനും പഠിക്കാനും വളരെ രസകരമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില്, ഞാൻ ക്രിസ്തു അല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവൻ അത്രേ. യോഹന്നാൻ പറയുന്നതാണ്, ഞാൻ ക്രിസ്തു അല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവൻ അത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികൾ. യോഹന്നാൻ സാക്ഷികളെയും വെച്ചു. ഞാൻ ക്രിസ്തു അല്ല എന്ന് പറഞ്ഞേന്. ഞാൻ അവന് മുമ്പായി വന്നവനാണ്. അപ്പൊ ക്രിസ്തുവിന് മുമ്പേ വന്ന യഹൂദന്മാരുടെ വ്യക്തികളെല്ലാം പ്രവാചകന്മാരും ആ പഴയ നിയമത്തിന്റെ ഭാഗവുമാണ്. എന്നിട്ട് പറയാണ്, മണവാട്ടി ഉള്ളവൻ മണവാളനാവുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരണം, ഞാനും കുറയണം എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. മണവാട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് തൻ്റെ ശുശ്രൂഷ തുടങ്ങിയ കാലം മുതൽ യേശുവിനെ മശിഹായായി അംഗീകരിച്ച, ക്രിസ്തുവായി അംഗീകരിച്ച യഹൂദന്മാരുടെ ഗണത്തെ, അതായത് ആ ലിറ്റിൽ ഫ്ലോക്ക്, അന്ന് ആ ലിറ്റിൽ ചെറിയ കൂട്ടമേ ഉള്ളൂ, ആ 12 അപ്പോസ്തലന്മാരും അവരുടെ കൂടെ പിൻഗമിച്ച ഗണവും, അങ്ങനെ അവിടുന്ന് തുടർന്ന് ഇനിയും മഹാപീഡന കാലത്ത് ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതായിരിക്കുന്ന ആ ഗണവും ഒക്കെ ചേരുന്നതാണ് ക്രിസ്തുവിന്റെ മണവാട്ടി. ആ മണവാട്ടിയുടെ മണവാളനാണ് ആര്? ക്രിസ്തു. ഭൂമിയിലേക്ക് വന്ന നാൾ മുതലാണ് ആ പദവിയുള്ളത്. ആ മണവാളനാണ് ക്രിസ്തു. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, മണവാട്ടി ഉള്ളവനാണ് മണവാളൻ. മണവാളന്റെ ഞാൻ ആരാന്ന് പറഞ്ഞു? യോഹന്നാൻ ആരാന്ന് പറഞ്ഞേ? മണവാളന്റെ സ്നേഹിതനാന്ന് പറഞ്ഞു. മണവാളന്റെ സ്നേഹിതനോ നിന്നിട്ട് മണവാളന്റെ സ്വരം കേട്ട് അത്യന്തം സന്തോഷിക്കുന്നു. അതായത് പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം ഈ മണവാളന്റെ സ്നേഹിതന്മാരുടെ ഗണത്തിൽ വരുന്നു. യോഹന്നാനും പഴയ നിയമ വിശുദ്ധന്മാരുടെ ഗണത്തിൽ വരുന്നു. യോഹന്നാനിലൂടെ ന്യായപ്രമാണ യുഗം അവസാനിക്കുന്നു. ഈ കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇതെല്ലാം ഞാൻ വീണ്ടും പല ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കൂടുതൽ മനസ്സിലാവും. ഇങ്ങനെയൊക്കെ ദൈവവചനം പഠിച്ചില്ലെങ്കിൽ നമ്മളൊന്നും എവിടെയും എത്തില്ല പ്രിയമുള്ളവരെ. എല്ലാം എനിക്ക് ആ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറഞ്ഞ് മുഴുവൻ എന്നോടാന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന ഘോരം പ്രസംഗിക്കുന്ന സുവിശേഷകരെയൊക്കെ ഞങ്ങൾ കാണാറുണ്ട് ഇഷ്ടം പോലെ. ഇതൊക്കെ കണ്ടു മടുത്തു. ദൈവം ഞങ്ങൾക്ക് ഈ സത്യങ്ങളെ ഈ വിധത്തിൽ പഠിക്കാൻ തുറന്നു തന്നതോർത്ത് ഞങ്ങളുടെ കർത്താവിനെ അരുമനാഥന്റെ കാൽക്കൽ ഞങ്ങൾ വീഴുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് തരംതിരിച്ച് പഠിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ യോഹന്നാൻ വരെയാണ് ന്യായപ്രമാണ യുഗം. യോഹന്നാൻ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ ഏറ്റവും വലിയവനാണെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുന്ന ഏറ്റവും ചെറിയവൻ അവനേക്കാളും വലിയവനാണെന്ന് പറഞ്ഞതിന്റെ കാരണം, ദൈവരാജ്യത്തിൽ ഒരുത്തൻ കടന്നു കഴിഞ്ഞാൽ അവന്റെ പദവി, അംഗീകാരം എന്ന് പറഞ്ഞാൽ അവൻ രാജാവാ. ആരോടുകൂടെ? ക്രിസ്തുവിനോട് കൂടെ രാജാവാ. ലോകത്തെ വാഴുന്ന രാജാവാ. ആ രാജകീയ പദവി അവർക്ക് കിട്ടുന്നത്, അത് പഴയ നിയമ വിശുദ്ധന്മാർക്ക് ആർക്കെങ്കിലും കിട്ടിയോ? രാജാക്കന്മാർ എന്നുള്ള പദവി. അത് മാത്രമല്ല, പലതും ഉണ്ട്. അതൊക്കെ ഞാൻ വേറെ വിഷയങ്ങളായിട്ട് പറയാം. അവർക്ക് പാവങ്ങളെ ക്ഷമിക്കാനുള്ള അധികാരമുണ്ട്, അവർക്ക് രോഗികളെ സൗഖ്യമാക്കാനുള്ള അധികാരമുണ്ട്, അവർക്ക് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള അധികാരമുണ്ട്, അങ്ങനെ പലതും ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ക്രിസ്തു വന്നതിന് ശേഷം ആ 1000 ആണ്ടെന്ന് പറയുന്ന ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരുത്തിന്റെ ഭാഗ്യം ഒരു പഴയ നിയമ വിശുദ്ധന്മാർക്കും കിട്ടുകയില്ല. ഇവരെക്കാളും താഴ്ന്ന അവസ്ഥയിലാണ്, നിലയിലാണ് പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം. അതുകൊണ്ടാണ് പറഞ്ഞ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല, എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാര്യമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അതായത് യഹൂദന് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന രാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മൾ അതിലേക്ക് കടക്കാൻ പോകുന്നു, നമ്മൾ അതിനെ സ്വായത്തമാക്കാനായിട്ട് പോകുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെടുന്ന കർത്താവ് പറഞ്ഞത്. അത് പ്രസംഗിക്കാനാണ് 12 അപ്പോസ്തലന്മാരെ അയച്ചത്. 12 അപ്പോസ്തലന്മാരുടെ സുവിശേഷം അത് തന്നെയാണ്. കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് 12 അപ്പോസ്തലന്മാരുടെ സുവിശേഷം അത് തന്നെയാണ്. അതായത് ക്രൂശല്ല അവരുടെ പ്രസംഗ വിഷയം. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ പത്രോസിന്റെ പ്രസംഗം കേൾക്ക്, അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലെ പത്രോസിന്റെ പ്രസംഗം കേൾക്ക്, അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിലെ സ്തേഫാനോസിന്റെ പ്രസംഗം കേൾക്ക്, അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിലെ കൊർന്നല്യോസിന്റെ ഭവനത്തിലെ പത്രോസിന്റെ പ്രസംഗം കേൾക്ക്. ഇവിടെ എന്താണ് കർത്താവിന്റെ ക്രൂശിലൂടെ ഉള്ളതായിരിക്കുന്ന രക്ഷയെക്കുറിച്ച് ഇവർ പ്രസംഗിച്ചില്ല. ഇവരുടെ പ്രസംഗ വിഷയം ഇവൻ തന്നെയാണ് മശിഹ, നമ്മൾ കാത്തിരുന്ന ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിക്കുക
എന്നുള്ളത് അവരുടെ അവരുടെ പ്രസംഗ വിഷയം. കാരണം അവരെ ഏൽപ്പിച്ച ദൗത്യം അതാ. അവർക്ക് തെറ്റുപറ്റിയതല്ല. അവരാ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ അവരെ ഏൽപ്പിച്ചത്. നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പൗലോസിന്റെ സുവിശേഷം വായിച്ചത് കൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട്, കാരണം ഈ പൗലോസിന്റെ സുവിശേഷം എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതും ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട് 12 അപ്പോസ്തലന്മാരും പറഞ്ഞത് അത് തന്നെയാ, പൗലോസും പറഞ്ഞത് അത് തന്നെയാ, എല്ലാവരും പറഞ്ഞത് അത് തന്നെയാന്ന് പറഞ്ഞ് അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് തകർത്തേക്കുക. എന്റെ പൊന്നെ, അതല്ല. ഇതൊന്ന് തരംതിരിച്ച് പഠിക്ക്. ഇത് ദൈവത്തിന്റെ യഹൂദനോടുള്ളായിരിക്കുന്ന പദ്ധതിയാണ് ഈ ദൈവരാജ്യം സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണേ എന്ന് ഞാൻ വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഞാൻ ചില വേദഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം സമയം അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. യഹൂദന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്ന യഹൂദൻ രാജാക്കന്മാരെ പോലെ വാഴുന്നതായിരിക്കുന്ന ആ കാലത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരണമെന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായത്തിന്റെ 29-30. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായത്തിന്റെ 29-30 വാക്യം ഒന്ന് വായിക്കാം. ഞാൻ ഇങ്ങനെയാ വായിക്കുന്നത്: എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. ആരോട് പറയുന്ന? യഹൂദന്മാരായ തന്റെ ശിഷ്യന്മാരോട് പറയുന്നതാ, 12 അപ്പോസ്തലന്മാരോട് പറയുന്നതാ. എന്തെന്നാ പറയുന്നത്? എന്റെ പിതാവ് എനിക്ക് രാജ്യം. ഏത് രാജ്യം? ക്രിസ്തുവിന് ഏത് രാജ്യം കൊടുത്തു? ഈ ഭൂമിയുടെ മുഴുവൻ അധികാരവും കൊടുത്തു എന്ന്. ഈ ഭൂമി മുഴുവൻ സാത്താന്റെ കയ്യിൽ നിന്ന് ക്രിസ്തു തന്റെ യാഗമരണത്താൽ വിലക്കി വാങ്ങിയെന്ന്, തന്റെ രക്തം കൊണ്ട്. ആ അധികാരം എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ, എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയെങ്കിൽ തിന്നു കുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കാനുള്ള അധികാരം ആർക്കാ കൊടുത്തിരിക്കുന്നത്? തന്റെ ശിഷ്യന്മാർക്കാ കൊടുത്തിരിക്കുന്നത്. അവർക്ക് രാജ്യം നിയമിച്ചു കൊടുത്തു എന്നാ നമ്മളോട് വായിക്കുന്നത്. മനസ്സിലാക്കുക. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സുവിശേഷങ്ങളിലെ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് 1000 ആണ്ടിലെ 1000 ആണ്ടാണ്. അതായത് ക്രിസ്തു വാഴുന്ന 1000 ആണ്ട്, സഹസ്രാബ്ദ വാഴ്ച ആണ്. ഇതിനെക്കുറിച്ചൊക്കെ പഴയ നിയമ പ്രവചന പുസ്തകങ്ങളിൽ ധാരാളം വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിലത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. വായിക്കുകയുള്ളൂ, വ്യാഖ്യാനിക്കുകയില്ല. നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേട്ടാൽ മതി. കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ. ഞാൻ യെശയ്യാ പ്രവചനം 60 അധ്യായത്തിലേക്ക് വരുന്നു. യെശയ്യാ പ്രവചനം 60 അധ്യായം. അതൊക്കെ മുഴുവൻ വായിക്കണം. യഹൂദന് രാജ്യം അവകാശമായി കൊടുക്കുമ്പോൾ യഹൂദന്റെ വാഴ്ച ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കും, അവരുടെ പദവി എന്തായിരിക്കും എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, യഹൂദനാണ് ഈ രാജ്യം കൊടുക്കുന്നത്. ഇന്നത്തെ ക്രിസ്തീയ ലോകം മുഴുവൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്തറിയാവും? നമ്മൾ 1000 ആണ്ട് വാഴുന്ന, നമ്മൾ 1000 ആണ്ട് വാഴുന്നു. എന്തൊരു കഷ്ടമാണ് ഇത്. ദൈവത്തിന്റെ ഈ കാര്യങ്ങളൊന്ന് തിരിച്ച് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്. നോക്കുക, യെശയ്യാ പ്രവചനം 60 അധ്യായം. എഴുന്നേറ്റ് പ്രകാശിക്കുക. ആരോടെ പറയുന്നത്? ഇതും വായിച്ചിട്ട് പറയും ഞങ്ങളോട് പറഞ്ഞെന്ന് പറയും. പക്ഷെ ഇന്നത്തെ ക്രിസ്തീയ ലോകം ഇങ്ങനെയാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. പ്രവചന പുസ്തകങ്ങൾ പറഞ്ഞുള്ളൂ ഞങ്ങളോടാന്ന്. അങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത്. പിന്നെ എവിടെ കൊണ്ടേ ഇത് കാര്യം തെളിയിച്ചു കൊടുക്കാൻ പറ്റും? എന്നാൽ ഇത് യഹൂദന്മാരോടാണ് യെശയ്യാവൊക്കെ പ്രവചിക്കുന്നതെന്ന് അറിയാമല്ലോ. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് വായിക്കുക. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഒരു ഭാവി കാലത്തെക്കുറിച്ച് സൂചിപ്പിച്ച് പറയുക. ദൈവം നിങ്ങളുടെ മേൽ പ്രകാശിക്കാനായിട്ട് പോവുക. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. കൂരിട്ട് ആരുടെ മേലുണ്ട്? ജാതികളുടെ മേലുണ്ട്. നിന്റെ മേലോ എന്ന് പറഞ്ഞ് ഇസ്രായേലെ, നിന്റെ മേലോ നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. എന്നിട്ട് പറയണേ, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ജാതികളൊക്കെ നിന്നെ വണങ്ങിക്കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് വരുമെന്ന്, നിന്റെ ശോഭയെ ആശ്രയിച്ച് വരുമെന്ന് ലോകത്തിലെ ജാതികളുടെ രാജാക്കന്മാര് പറയണ. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. ഏത്? ലോകത്തിലെ രാജ്യങ്ങളുടെ രാജാക്കന്മാര് നിന്റെ അടുക്കൽ വരുന്നു, നിന്നെ ആശ്രയിക്കുന്നു എന്ന്. ഇസ്രായേലിനെ ഇത് മനസ്സിലാക്കുക. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്ത് നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചുകൊണ്ട് വരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് ഇസ്രായേൽ ജനത ലോകത്തിന്റെ നാനാഭാഗത്തും ചിതറിക്കിടക്കുകയല്ലേ? നിങ്ങൾക്കറിയാമല്ലോ. നാനാഭാഗത്തും ചിതറിക്കിടക്കുക. അവരെല്ലാം ഒരുമിച്ച് കൂട്ടും. ഒരു മണി പോലും നിലത്ത് വീഴാതെ എല്ലാവരെയും 1000 ആണ്ടിൽ
ഇസ്രായേലിന്റെ വാഗ്ദത്തം ചെയ്ത ഭൂമിയിലേക്ക് യഹൂദന്മാരെ മുഴുവൻ ദൈവം ഒരുമിച്ച് കൂട്ടും. കർത്താവ് മത്തായി സുവിശേഷം 24-ാം പറഞ്ഞത് അറിയാമല്ലോ, ഞാൻ എൻ്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടെ അയക്കും. അവർ പിന്നെ എന്താണ്, ഭൂമിയുടെ അറ്റം മുതൽ അറ്റം വരെയും ചെന്ന് സകല ലോകത്തു നിന്നും എൻ്റെ ജനത്തെ കൂട്ടി വരുത്തും. അതൊക്കെയാണ് കർത്താവ് അവിടെ പറഞ്ഞത്. അതവിടെ പറയുന്നത്. ഒന്നിച്ചു കൂടി നിന്റെ അടുക്കൽ വരും, നിന്റെ പുത്രന്മാർ ദൂരത്ത് നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിൽ വഹിച്ചുകൊണ്ടുവരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. 1000 ആണ്ട് വാഴുന്ന യഹൂദന്റെ, 1000 ആണ്ട് ഭൂമിയിലായിരിക്കുന്ന യഹൂദന്റെ പദവി ലോകത്തിലെ സകല രാജ്യങ്ങളുടെ മേലെ ഉന്നത പദവിയായിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ലോകത്തിന്റെ തലസ്ഥാനം അന്ന് ഇസ്രായേലായിരിക്കും. ലോകത്തെ മുഴുവൻ വാഴുന്നതായിരിക്കുന്ന രാജാക്കന്മാർ ഇസ്രായേലിലായിരിക്കും. അത് നമ്മൾ മനസ്സിലായി. യേശു ക്രിസ്തുവിന്റെ അധികാരത്തിന്റെ കീഴിൽ അവർക്ക് അധികാരം കൊടുക്കും. ഇന്ന് ലോകത്തിൽ അവർ നിന്ന പാത്രങ്ങളാണ്, ഇന്നും കഴിഞ്ഞ കാലങ്ങളിലും. ഇന്നും ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ പറയുന്നത്, വരുവിൻ, അവർ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നമുക്ക് അവരെ മുടിച്ചു കളയാം എന്ന് പറഞ്ഞ് അവരുടെ ചുറ്റും കൂടിയിരിക്കുകയല്ലേ. അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്യം അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ അവരെ ലോകത്തിന്റെ നടുവിൽ 1-ാം സ്ഥാനത്തേക്ക് ഉയർത്തി സകല ലോകത്തിലെ രാജ്യങ്ങളും രാജാക്കന്മാരും പ്രഭുക്കന്മാരും എല്ലാം അവരെ വണങ്ങിക്കൊണ്ട് വരും. അവരോട് ചോദിക്കും, ഞങ്ങൾ എങ്ങനെ ഭരിക്കണം, ഞങ്ങൾ എങ്ങനെ നിയന്ത്രിക്കണം, ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവരോട് ചോദിക്കും. യഹൂദന്മാരിൽ നിയന്ത്രിക്കും കാര്യങ്ങൾ. അതവിടെ പറയുന്നത്. അപ്പോൾ നീ കണ്ടു ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും ഏഫയിലെയും ചുറ്റൊട്ടകങ്ങളും നിന്നെ മൂടും. ശേബയിൽ നിന്ന് അവരൊക്കെയും വരും. പൊന്നും കുന്തിരുക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. കേദാരിലെ ആടുകളൊക്കെ നിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടും. യഹൂദിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടുന്നായി പറയുന്നത്. ഇതൊക്കെ എടുത്ത് നമുക്ക് ആക്കല്ലേ കേട്ടോ എൻ്റെ പൊന്നും ദൈവമക്കളെ. നെബായോത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും, അവ പ്രസാദമുള്ള യാഗമായി നിന്റെ പീഠത്തിന്മേൽ വരും. അങ്ങനെ ഞാൻ എൻ്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. മേഘം പോലെയും തങ്ങളുടെ കിളിവാതുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവരാർ. ദൂരത്ത് നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് അവർ നിന്നെ പെടുത്തിയിരിക്കൊണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനെ കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും തർശീശ് കപ്പലുകളും ആദ്യമായും എനിക്കായി കാത്തിരിക്കുന്നു. അന്യജാതിക്കാർ നിന്റെ മതിലുകളെ പണിയും. അവരുടെ രാജാക്കന്മാർ, ഏതാ, ഇന്ത്യയിലെയും മറ്റു ലോകരാജ്യങ്ങളിലെ രാജാക്കന്മാർ നിനക്ക് ശുശ്രൂഷ ചെയ്യും. ആർക്ക്? ഇസ്രായേലിന് ശുശ്രൂഷ ചെയ്യുന്നു. നിനക്ക് ശുശ്രൂഷ ചെയ്യും. എൻ്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചു എങ്കിലും എൻ്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് കരുണ തോന്നും. ജാതികളുടെ സമ്പത്തിനെയും യാത്രാ സംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ പകലും രാവും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചു പോകും. ആ ജാതികൾ അശേഷം ശൂന്യമായി പോകും. 1000 ആണ്ടിൽ ഇസ്രായേലിനെ സേവിക്കാത്ത ജാതികളുടെ രാജ്യം മുടിഞ്ഞു പോകുന്നു, ശൂന്യമാക്കൂ. എൻ്റെ വിശുദ്ധ മന്ദിരമുള്ള സ്ഥലത്തിന് ഭംഗി വരുത്തുവാനായി ലബാനോന്റെ മഹത്വവും സരളവൃക്ഷവും പൈനും പുന്നയും ഒരുപോലെ നിന്റെ അടുക്കൽ വരും. അങ്ങനെ ഞാൻ എൻ്റെ പാദസ്ഥാനത്തെ മഹത്വീകരിക്കും. നിന്നെ ക്ലേശിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള രാജ്യങ്ങളും പിന്നെ എന്താണ്, ഹിറ്റ്ലറുടെ കാലത്തൊക്കെ ഒരുപാട് പേര് ക്ലേശിപ്പിച്ചില്ലേ. അവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരുന്ന. നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രായേലിൻ പരിശുദ്ധന്റെ സീയോൻ എന്നും വിളിക്കും. ആരും കടന്നു പോകാതവണ്ണം നീ നിർജ്ജനവും ദോഷവിഷയവുമായിരുന്നതിന് പകരം ഞാൻ നിന്നെ നിത്യമഹാത്മ്യവും തലമുറയായുള്ള ആനന്ദവുമാക്കി തീർക്കും. നീ ജാതികളുടെ പാൽ കുടിക്കും, രാജാക്കന്മാരുടെ മുല കുടിക്കും. യഹോവയായ ഞാൻ നിന്റെ രക്ഷകൻ എന്ന് യാക്കോവിന്റെ വല്ലവൻ, നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നും നീ അറിയും. ഞാൻ താമ്രത്തിന് പകരം സ്വർണം വരുത്തും, ഇരുമ്പിന് പകരം വെള്ളിയും മരത്തിന് പകരം താമ്രവും കല്ലിന് പകരം ഇരുമ്പും വരുത്തും. ഞാൻ സമാധാനത്തെ നിനക്ക് നായകന്മാരും നീതിയെ നിനക്ക് അധിപതിമാരുമാക്കും. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കുകയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും നീ പേർ പറയും. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്ന ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. നിന്റെ ജനമൊക്കെ നീതിമാന്മാരാകും.
ഞാൻ മഹത്വപ്പെടുത്തേണ്ടതെന്ന് എൻ്റെ നടുതലയുടെ മുളയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്കും കൈവശമാക്കും. അബ്രഹാമിനോട് ചെയ്ത് വാഗ്ദത്തം എന്താ? നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും. ഇവിടെ എന്താ പറഞ്ഞത്? ഞാൻ മഹത്വപ്പെടേണ്ടതിന് എൻ്റെ നടുതലയുടെ മുളയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്കും കൈവശമാക്കും. കുറഞ്ഞവനായിരവും ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. യെശയ്യാപ്രവചനം 61 അധ്യായം വായിച്ച്. യഹൂദന്റെ 1000 ആണ്ടിലെ വാഴ്ചയുടെ മഹത്വമാണ്. നിങ്ങളൊന്ന് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് വായിച്ചാൽ മതി. ഞാൻ അതിനെക്കുറിച്ച് അധികം ഇനി വിവരിക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു കർത്താവ് പ്രസംഗിച്ചത് മനസ്സിലായോ? അല്ലാതെ സ്വർഗത്തിൽ കൊണ്ടാകാന്ന് പറഞ്ഞ സ്വർഗത്തെക്കുറിച്ച് അല്ല കർത്താവ് പറഞ്ഞത്. ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയുക. യെശയ്യാപ്രവചനം അതിൻ്റെ 49 ഒരു 2 വാക്യങ്ങൾ. യെശയ്യാപ്രവചനം 49 അധ്യായം. ഒരുപാട് വാക്യങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ നിങ്ങളും എടുത്തു. അതുകൊണ്ട് യെശയ്യാപ്രവചനം 49 അധ്യായം 22, 23 വാക്യം. 22, 23 യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ജാതികൾക്ക് എൻ്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് എൻ്റെ കൊടി കാണിക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിൽ അണച്ചും പുത്രിമാരെ തോളിലെടുത്തും കൊണ്ടുവരും. രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞികൾ നിന്റെ പോറ്റമ്മമാരുമായിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും. ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയും. നോക്കി എന്താ പറഞ്ഞത്? അതായത് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് ഭൂമിയുടെ നടുവിൽ ഉയർത്തുമ്പോൾ ലോകത്തിലെങ്ങും ചിതറപ്പെട്ട് കിടക്കുന്ന യഹൂദന്മാരെ അതാത് രാജ്യങ്ങളിലെ ജനതകൾ അവരെ കൂട്ടിക്കൊണ്ടുവരും. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ രാജ്യത്തെ പണിതിരിക്കുന്നു. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലേക്ക് എത്തിക്കാന്ന് പറയും. അവരെ മാർവിടത്തിൽ വഹിച്ചുകൊണ്ട് വരുമെന്ന് നോക്കിയേ. അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിൽ അണച്ചും പുത്രിമാരെ തോളിൽ എടുത്തുകൊണ്ട് വരും. ഇതാ കർത്താവ് മത്തായിലൊക്കെ കർത്താവ് പറഞ്ഞേ, അന്നാളിൽ ഞാൻ എൻ്റെ ദൂതന്മാരെ മഹാകാഹ്ളധ്വനിയോടെ അയക്കും. അവർ നാനാദേശത്തു നിന്നും എൻ്റെ ജനത്തെ കൂട്ടി വരും. ഇതൊക്കെ വായിച്ചിട്ട് പറയും നമ്മളെയാന്ന് പറയും. ഇതെല്ലാം നമ്മളെയെന്ന് പറയും. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിന്റെ പഠനം കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ദൈവവചനത്തിന്റെ ഒരു കാര്യങ്ങളും തിരിച്ചറിയുന്നില്ലയോ ഇവർ? ഇതൊക്കെ നമ്മളെന്ന് പറയും. ഈ കൂട്ടി വരുന്നതെല്ലാം നമ്മളെയാന്ന് പറയും. എൻ്റെ പ്രിയമുള്ളവർ, ഇതൊക്കെ യഹൂദിന്റെ വാക്തത്വം യഹൂദിന് കൊടുത്തായിരിക്കുന്ന കാര്യങ്ങളാണ്. അത് വായിക്ക്. അവരെ എല്ലാവരും മാർവിൽ അണച്ചും പുത്രിമാരെ തോളിൽ എടുത്തുകൊണ്ട് വരും. രാജാക്കന്മാർ, ഭൂമിയിലെ മറ്റു രാജ്യങ്ങളുടെ രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞികൾ നിന്റെ പോറ്റമ്മമാരും ആയിരിക്കും. അവര് വന്നിട്ട് നിന്റെ കാല് നക്കും. അവര് വന്ന് നിന്റെ പാദസേവ ചെയ്യും. അവര് നിനക്ക് ശുശ്രൂഷ ചെയ്യുന്ന രാജ്യത്തിന്റെ രാജാക്കന്മാർ. ആ വിധത്തിൽ ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. നിങ്ങൾക്കറിയാമോ അത്? അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും. ലോകത്തിന്റെ രാജാക്കന്മാര്. വിശ്വസിക്കുമോ നിങ്ങള്? ഞാൻ പറയട്ടെ, അമേരിക്കയിലെ രാജാവ്, ബ്രിട്ടനിലെ രാജാവ്, ഇന്ത്യയിലെ രാജാവ്, ചൈനയിലെ രാജാവ്, റഷ്യയിലെ രാജാവ്, ഇവന്മാരൊക്കെ ആ 1000 ആണ്ടിൽ യഹൂദനെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തി രാജാക്കന്മാരാക്കുമ്പോൾ അവരുടെ കാലിലെ പൊടി നക്കും. അവരുടെ വാക്കനുസരിച്ച് അവരെ വണങ്ങി നമസ്കരിക്കും. വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ പറ്റുമോ? ഈ രാജ്യം, ആ ഭക്തത്വം ചെയ്ത രാജ്യം യഥാസ്ഥാനത്തായിരിക്കുന്നു. അതായത് കൈപ്പിടിയിൽ ഒതുങ്ങാൻ പോകുന്നു. ആ രാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, നിങ്ങളെ ഉയർത്താൻ പോകുന്നു ലോകത്തിന്റെ നടുവിൽ. ഇതാ നമ്മുടെ കർത്താവ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷങ്ങളിൽ പറയുന്ന ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് പറയുന്നത് യഹൂദന് വാഗ്ദത്തം ചെയ്ത രാജ്യമാണ്. ഇതൊന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ഓർക്കുക. എൻ്റെ ദൈവജനമേ, ഞാനത് വളരെ താല്പര്യത്തോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അത് അവർക്ക് വാഗ്ദത്തം ചെയ്താണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ദാനിയേൽ പ്രവചനത്തിൽ ഞാൻ കുറെ വാക്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചില്ലേ നിങ്ങളെ? എന്താ വായിച്ചു കേൾപ്പിച്ചത്? ദാനിയേലിൽ പറഞ്ഞത്, ഞാൻ ഈ രാജാക്കന്മാരുടെ കാലത്തെ ദൈവമായി യഹോവ ഒരിക്കലും നശിക്കാത്ത രാജ്യത്വം സ്ഥാപിക്കും. ഏത് രാജാക്കന്മാരുടെ? അവിടെയെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ട് ഞാൻ അത് വ്യാഖ്യാനിക്കുന്നില്ല.
അതായത് പിന്നെ മറ്റു രാജാക്കന്മാർ ലോകത്തെല്ലാം വാഴുന്ന രാജാക്കന്മാരുടെ കാലത്ത് ഒരിക്കലും നശിക്കാത്ത ഒരു രാജ്യത്ത് സ്ഥാപിക്കുക, അത് വേറൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല എന്ന ദാനിയേൽ പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. യഹൂദൻ എന്ന ജാതിക്ക് മാത്രമുള്ളതാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ കുറെ വാക്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചു. അതായത് അത്യുന്നതന്റെ വിശുദ്ധന്മാർ രാജ്യത്വം അവകാശമാക്കി ഭൂമിയെ വാഴുന്ന കാലം വരും എന്ന് ദാനിയേലിലൂടെ പറഞ്ഞത്. അതൊക്കെ അവരെ കുറിച്ചാണ്. ആ വാക്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനതൊന്നും ഇട്ടില്ല. ഇന്ന് ഞാൻ ആ വാക്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ ഓരോന്ന് വായിക്കും. ഇതെല്ലാം വായിച്ചു കേൾപ്പിക്കാൻ എനിക്ക് സമയം പോരാ. അതുകൊണ്ടാണ്, അതായത് വീഡിയോ ലോങ് ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കണം. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്താണ് ഈ രാജ്യം. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യം വായിക്കട്ടെ. ആവർത്തന പുസ്തകം അതിനകത്ത് ഒരു വാക്യം വായിക്കട്ടെ. ആവർത്തനം 30-ാം അധ്യായം. ആവർത്തനം അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യം. 30-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യം നോക്കുക. എന്താ പറയുന്നത്? പണ്ടേ വാഗ്ദത്തം ചെയ്ത് നോക്കിയേ. നീ എൻ്റെ വാക്ക് അനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരികുകയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും, ഇന്ന് ലോകത്തിലെല്ലാം ചിതറിക്കിടക്കുകയല്ലേ, അവിടെ നിന്നെല്ലാം നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും, അതല്ലേ കർത്താവ് പറഞ്ഞത്, ലോകത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും ഞാൻ എൻ്റെ വൃതന്മാരെ കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ? നമ്മളോടല്ല പറഞ്ഞതെന്ന്, നമ്മളെ കുറിച്ചല്ല പറഞ്ഞതെന്ന് മനസ്സിലായോ? നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും. നീ അത് കൈവശമാക്കും. അവൻ നിനക്ക് ഗുണം ചെയ്ത് നിന്റെ പിതാക്കന്മാരെ പോലെ നിന്നെ വർദ്ധിപ്പിക്കും. നോക്കിയേ, ഞാൻ വായിച്ച് പോകുന്നുള്ളൂ. എല്ലാം ഒന്നും വായിക്കാനായിട്ട് സമയം പോരാ. അതുകൊണ്ടാണ്. ഓക്കെ, യെശയ്യാ പ്രവചനം ഒരു വാക്യം കൂടെ വായിക്കട്ടെ. യെശയ്യാ പ്രവചനം അതിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. യെശയ്യാവ് 27 അതിൻ്റെ 6-ാമത്തെ വാക്യം നോക്കുക. 27-ന്റെ 6-ാമത്തെ വാക്യം. ഇതെന്നാ വായിക്കുന്നത്? വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്തു പൂക്കുകയും അങ്ങനെ ഭൂമിയുടെ ഉപരിതലം ഫലപൂർണമാകുകയും ചെയ്യും. എപ്പോ? വരും കാലത്ത്. ഇതാ കർത്താവ് പറഞ്ഞ 1000 ആണ്ട് വായിച്ച വരും കാലത്ത്. ഉണ്ടോ? എത്ര വ്യക്തമോ? വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും. നമ്മളാണോ വേരൂന്നണേ? നമ്മളാണോ 1000 ആണ്ട് വാഴുന്നത്? നമ്മളെ കൊണ്ടാണോ ദൈവം ഭൂമിയെ വാഴുന്നത്? നിങ്ങളൊന്ന് പറ. വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്തു പൂക്കുകയും അങ്ങനെ ഭൂതലത്തിന്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും. അങ്ങനെ ഭൂതലത്തിന്റെ ഉപരിതലം ഫലപൂർണമാകുകയും ചെയ്യും. നോക്കിയേ, അതുപോലെ തന്നെ അതിൻ്റെ 12-13 വാക്യം. അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോട് വരെ കറ്റമെതിക്കും. ഇസ്രായേൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. ഇസ്രായേൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. സകല രാജ്യത്തു നിന്നും തൻ്റെ ജനത്തെ തൻ്റെ വാഗ്ദത്ത രാജ്യത്ത് കൂട്ടിക്കൊണ്ടുവരുമെന്ന്. പിന്നെ പറയാണ്, അന്നാളിൽ മഹാകാഹളം ഊതും. അശൂർ ദേശത്ത് നഷ്ടരായവരും മിസ്രയീം ദേശത്ത് ഭ്രഷ്ടരായവരും അന്ന് യെരുശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും. എല്ലാവരും ഇവിടെ ഒരുമിച്ച് യഹൂദന്മാര് അന്ന് വാഗ്ദത്ത ഭൂമിയിൽ ചേരും. അവരെല്ലാവരും ആരായിരിക്കും എന്ന് പറഞ്ഞ്? അവരെല്ലാവരും ദൈവത്തിന്റെ രാജാക്കന്മാരായിരിക്കും. ദൈവത്തിന്റെ രാജാക്കന്മാരായി ഭൂമിയെ വാഴുന്നവരായിരിക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ കാര്യത്തെക്കുറിച്ച് കർത്താവ് എല്ലാ ഉപമയും പറഞ്ഞത്. അത് ഓരോന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവ് പറഞ്ഞ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ ഉപമകൾ കേട്ടിട്ടില്ല നിങ്ങൾ? സ്വർഗരാജ്യത്തിന്റെ ഉപമ. ഒരുത്തൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. അതുപോലെ സകല മീനും പിടിക്കുന്ന ആ ഉപമകളൊക്കെ നിങ്ങൾ കേട്ടോ? ഇതൊക്കെ എടുത്തിട്ട് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലോ അയ്യോ എന്തൊരു വ്യാഖ്യാനമാണ് നടത്തുന്നത് ചോദിച്ചാല്, ഇത് എന്തിനെ കുറിച്ചാ പറഞ്ഞതെന്നോ ഇത് ആരെ കുറിച്ചാ പറഞ്ഞതെന്നോ ഈ ഉപമകൾ നമ്മളെ സംബന്ധിക്കുന്നതാണോ എന്നൊന്നും അവർക്കറിയില്ല. നോക്കിയേ, എല്ലാം അതെ.
അതായത് അവൻ അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കും ലഭിച്ചിട്ടില്ല, ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും എന്നങ്ങനെ പറഞ്ഞിട്ട് പിന്നെ താഴേക്ക് പറയാണ്, നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കുകയില്ല താനും, കണ്ണാൽ കാണും ദർശിക്കുകയില്ല താനും, ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. പഴയ നിയമ യെശയ്യാ പ്രവചനം എടുത്ത് പറയുക, ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. ഏത് ജനത്തിന്റെ? ഇസ്രായേൽ ജനത്തിന്റെ. കർത്താവായ യേശുക്രിസ്തു വന്നിട്ടും അവർ വിശ്വസിച്ചില്ല, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചില്ല. അതിനെക്കുറിച്ച് പറയാം. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു, അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടത് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവചനത്തിന് അവരിൽ നിവൃത്തി വന്നു. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. എന്നിട്ട് കർത്താവ് താഴെ പറഞ്ഞു, ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചു. എന്ത് കാണുന്നു? എന്താ കണ്ടത് അവര്? ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും എന്ത് കാണാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു? അവരുടെ വാഗ്ദത്ത മശിഹായെ, അവരുടെ ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിച്ചു എന്ന് ഏറിയ പ്രവാചകന്മാർ ആഗ്രഹിച്ചു. പറയാണ്, നോക്കിക്കേ, നിങ്ങൾ കാണുന്നത്, എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ട് നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും ഭാഗ്യമുള്ളവ. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് കർത്താവിനെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചു. പഴയ നേതാക്കന്മാർക്ക് വെളിപ്പാട് കിട്ടിയിട്ട് അവർ ഈ വാഗ്ദത്ത മശിഹായെ കാണാൻ ആഗ്രഹിച്ചു എന്ന് കാണാൻ പറ്റിയില്ല. പക്ഷെ ഈ വന്നു കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞ ജനത്തിനോ അവനെ വേണ്ട, ക്രൂശിക്കുക, അവനെ ഞങ്ങൾക്ക് വേണ്ട. അതാ കർത്താവോട് പറഞ്ഞ. എന്നിട്ട് ഓരോ ഉപമയും അവിടെ ഓരോന്നും പറയാണ്. അവൻ മറ്റൊരു ഉപമ പറഞ്ഞത്, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. പിന്നെ മറ്റൊരു ഉപമ പറഞ്ഞത്, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യമാകുന്നു. ഇതൊക്കെ എടുത്ത് നമുക്കൊന്നും പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക. ഭയങ്കര രസകരമായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. അവൻ മറ്റൊരു അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ അത് മുഴുവൻ പുളിച്ചു വരുവോളം അടക്കി വെച്ചു. പിന്നെയും അങ്ങനെ പുരുഷാരത്തോട് പല കാര്യങ്ങളും ഉമ്മളായിട്ട്, സ്വർഗരാജ്യം ഇടുന്നത് എല്ലാ വക മീനും പിടിക്കുന്നതുമായ വലയോട് സദൃശ്യം, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം, സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. ഈ വാക്യങ്ങളൊക്കെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതെന്താ പറഞ്ഞെന്നറിയാവോ? യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കുന്ന ആ മഹാ അനുഗ്രഹത്തിന്റെ രാജ്യം മനസ്സിലാക്കി, അതിൻ്റെ മഹത്വം ഗ്രഹിച്ച്, അതിൻ്റെ അതിൻ്റെ മഹാഭാഗ്യം മനസ്സിലാക്കി അതിലേക്ക് പ്രവേശനം സാധ്യമാകുവാൻ തക്കവണ്ണം തങ്ങളെ തന്നെ ഒരുക്കുന്നവരെ പോലെ ഭാഗ്യവാന്മാര് വേറെ ആരുമില്ലെന്നാ പറഞ്ഞത്, കർത്താവ് പറഞ്ഞത്. വയലിൽ ഒളിച്ചു വെച്ച നിധിയെക്കുറിച്ചൊക്കെ പറയുന്നത്, ഒരുത്തൻ തന്റെ വയലിൽ ഒളിച്ചു വെച്ച നിധി കണ്ടെത്തിയിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് അതിനെ സ്വന്തമാക്കി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയാം. ദൈവരാജ്യത്തെക്കുറിച്ച് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അതിലേക്ക് പ്രവേശിക്കാൻ അവൻ അർഹത നേടുവാൻ അവൻ തനിക്കുണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെടുത്തിയെന്ന്. എല്ലാവിധ മീനും പിടിക്കുന്ന സ്വർഗരാജ്യം എല്ലാവിധ മീനും പിടിക്കുന്ന വലയോട് സദൃശ്യം. എല്ലാം പിടിച്ചു, എടുത്തു നോക്കി, കൊള്ളരുതാത്തതെല്ലാം ദൂരെ കളഞ്ഞു, നല്ലത് മാത്രം കൂട്ടിവെച്ചു. 1000 ആടിലേക്ക് പ്രവേശിക്കുന്ന യഹൂദന്മാരെ വളരെ നല്ലവരെ മാത്രമേ അങ്ങോട്ട് കടത്തുള്ളൂ. ബാക്കിയെല്ലാം കെടാത്ത തീയിലടിച്ച് ചുട്ടുകളയും. അതിനാ മഹാപീഡനം അതിനു മുമ്പ് വരുന്നത്. 7 വർഷത്തെ മഹോദരവും വരുന്നതേ യഹൂദന്മാരിൽ നിന്ന് കേട് നീക്കിക്കളയാനാന്ന്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത്, ഈ ഉപമകളെല്ലാം വിവരിച്ചുകൊണ്ടിരിക്കാനൊന്നും സമയമില്ല, നമുക്ക് വീഡിയോ ദൈർഘ്യമായി പോയില്ലേ. ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ നോക്കുക. 4 സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് പറഞ്ഞത് യഹൂദന് വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന, യഹൂദന് കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞതായിരിക്കുന്ന ആ 1000 ആണ്ട് വാഴ്ചയാണ്. അവിടെ അവർ രാജാക്കന്മാരെ പോലെ ആര് വാഴും? യഹൂദന്മാർ വാഴും. നമുക്ക് ഭൂമി അല്ല അത്. ഞാൻ പൗലോസിന്റെ ദൈവരാജ്യം എന്ന അടുത്ത വിഷയം പറയുമ്പോൾ പറയാം. നമ്മുടെ വാഗ്ദത്തം സ്വർഗമാണ്. നമുക്ക് സ്വർഗത്തിലേക്ക് പോകേണ്ട ദൈവത്തിന്റെ 2 പദ്ധതിയാണത്. ഇതൊന്ന് തിരിച്ചറിയുക. എന്നിട്ട് സുവിശേഷങ്ങളിലെ ദൈവരാജ്യം നമുക്കാന്ന് പറഞ്ഞ് ഇനിയെങ്കിലും പറയാതിരിക്കുക, പ്രസംഗിക്കാതിരിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ അവരോട് കൂടെ വാഴും എന്നൊക്കെ പറഞ്ഞതൊക്കെ ദൈവം അവരെ രാജ്യവും ഒരു പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ വായിക്കുന്നില്ലേ? യഹൂദന്മാരെ രാജ്യവും പുരോഹിതന്മാരും ഒക്കെ. രാജ്യം എന്ന് പറഞ്ഞാൽ യഹൂദനെ കൊണ്ടുള്ള രാജ്യം, യഹൂദനായിരിക്കുന്ന രാജ്യം, യഹൂദന് കൊടുക്കുന്ന രാജ്യം, യഹൂദന്മാരാൽ ഭരിക്കപ്പെടുന്ന രാജ്യം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം.
നീ അവരെ രാജ്യവും പുരോഹിതന്മാരും ഒക്കെ ആക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും 2-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ അതെല്ലാം എടുത്തിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവൻ എന്നേക്കും മഹത്വം. നമ്മെ രാജ്യം, ഈ വെളിപ്പാട് പുസ്തകം എഴുതിയത് യഹൂദന്മാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് വാഗ്ദത്ത രാജ്യത്തിലേക്ക് കടക്കുന്ന ലിറ്റിൽ ഫ്ലോക്കിന് വേണ്ടിയിട്ടാണ്. അവരെയാണ് രാജ്യമാക്കി വെച്ചിരിക്കുന്നത്, അവരെയാണ് രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ, നമ്മളെ പുരോഹിതന്മാരാണെന്ന് പറഞ്ഞ് കൊട്ടി ഘോഷിക്കുന്നവരൊക്കെയാണ് നിങ്ങൾ പറഞ്ഞില്ലേ. എന്ത് ചെയ്യാനാ? 2-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന 2-ാം അധ്യായം ഒക്കെ 2-ാം അധ്യായത്തിന്റെ റെവലേഷൻ 2-ാം അധ്യായം 26-27 വാക്യം. അവിടെ എന്താ പറയുന്നത്? അവസാനം ഞാൻ ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. എന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് നമുക്കന്ന് വ്യാഖ്യാനിച്ചാൽ എന്തൊരു സന്തോഷം. നമുക്കന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, സന്തോഷമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നമുക്കല്ല. അതാണ് എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നത്. ഞാൻ ആദ്യം വായിച്ചപ്പോൾ കേൾപ്പിച്ചില്ലേ, തൻ്റെ ശിഷ്യന്മാരോട് എന്താ കർത്താവ് പറഞ്ഞത്? എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്ന പോലെ ഞങ്ങൾക്ക് നിയമിച്ചു തന്നു. അതേ കാര്യമല്ലേ വെളിപ്പാട് പുസ്തകത്തിലൂടെ പറയുന്നത്? നോക്കിയേ, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ലോകത്തെ ഭരിക്കാനുള്ള അധികാരം, ലോകത്തെ വാഴാനുള്ള അധികാരം ആർക്കാ കൊടുക്കുന്ന അധികാരം? യഹൂദന്, യഹൂദ ജാതിക്കാ കൊടുത്തിരിക്കുന്നതെന്നേ, മറ്റാർക്കും അല്ല. ഇതാണ് കർത്താവ് പറഞ്ഞ സുവിശേഷങ്ങളിലെ ദൈവരാജ്യം. ഇതെടുത്ത് നമുക്ക് വേണ്ടി പ്രയോഗിക്കാം. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ് മരിക്കുന്നവരെ അങ്ങനെ അങ്ങ് പോകാം. ഞങ്ങൾക്കാന്ന് പറഞ്ഞു ഒരു പ്രയോജനവും ഇല്ല. ദൈവവചനത്തെ ഡിവൈഡ് ചെയ്ത് പഠിക്കുക. ആരോട് പറഞ്ഞു, സന്ദർഭം ഏതാണ്, എന്താണെന്ന് പഠിക്കുക. ദൈവം എൻ്റെ പ്രിയമുള്ളവർ എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്ന അടുത്ത വീഡിയോയിലെ പൗലോസ് പറഞ്ഞ ദൈവരാജ്യം, പൗലോസിന്റെ എഴുത്തുകളിലും ധാരാളം ദൈവരാജ്യം കാണാം. എന്നിട്ട് ഇത് രണ്ടും കൂടി അങ്ങ് ഒന്നിച്ചാക്കിയേക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കർത്താവ് പറഞ്ഞ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചാണ്. അതിനുശേഷം വരുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയെ കുറിച്ചാണ്. അത് മനസ്സിലായില്ലേ? എന്നാൽ പൗലോസ് പറഞ്ഞ ദൈവരാജ്യം അതല്ല. എന്താ പിന്നെ രണ്ടിനെയും ദൈവരാജ്യം എന്ന് പറഞ്ഞേ? ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. രണ്ടും ദൈവത്തിന്റെ ആധിപത്യത്തിലുള്ള രാജ്യമാണെന്നേ. നാം പോകുന്ന സ്വർഗവും ദൈവത്തിന്റെ രാജ്യമാണ്. യഹൂദൻ 1000 ആണ്ട് വാഴുന്ന ഭൂമിയും ദൈവത്തിന്റെ ആധിപത്യത്തിന്റെ രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടും എന്താണ്? ദൈവരാജ്യമാണ്. അതുകൊണ്ടാണ് ഇതിന് രണ്ടിനെയും ദൈവരാജ്യം എന്ന് പറഞ്ഞത്. നിങ്ങളെ എവരെയും കർത്താവ് സഹായിക്കട്ടെ. ഇതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് പഠിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ഓർക്കുന്നു. കുറേ പറയാനുണ്ട്, എന്നാലും ഞാനിവിടെ കൊണ്ട് നിർത്തുക. കർത്താവ് നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.